ഇവിടെ ക്ലീൻ കേരള കമ്പനിയാണ് നേരത്തെയൊക്കെ പ്രളയം ഉണ്ടാകുമ്പോൾ ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ക്ലീൻ കേരള കമ്പനി 2018 മഹാപ്രളയം ഉണ്ടായപ്പോൾ ഏതാണ്ട് 400 ലോഡിലധികം വേസ്റ്റ്, കടകളിലെ വേസ്റ്റുമൊക്കെ ഇവിടുന്ന് തന്നെ മാറ്റിയിരുന്നു. പക്ഷേ ഇന്നൊരു ക്ലീൻ കേരള കമ്പനി ഇല്ല, ഒരു സർക്കാരിൻ്റെ ഒരു സഹായവും ഇല്ല. അതുകൊണ്ടാണ് DYFI രംഗത്തിറങ്ങിയത്. DYFI ഇന്നലെ പുലർച്ചെ 4 മണി മുതൽ രംഗത്തിറങ്ങിയതാണ്. ആയിരക്കണക്കിന് ആളുകളെയാണ് വീടുകളിൽ നിന്ന് അവർ രക്ഷപ്പെടുത്തിയത്. ഒരു മരണം പോലും ഉണ്ടായില്ല. അത് DYFI പ്രവർത്തകർ വിവിധ സ്ഥലങ്ങളിൽ വിന്യസിച്ചുള്ള പ്രവർത്തനം ആണ് അവർ നടത്തിയത്. ആ വീടുകളിൽ ഭക്ഷണം കൊടുക്കാൻ DYFI ഇന്നലെ മുതൽ വലിയ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെയും അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തു. ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് മാത്രമാണ് സർക്കാരിൻ്റെ സഹായമുള്ളത്. അപ്പോൾ ആ നിലയിൽ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം DYFI നടത്തുന്നത് സർക്കാർ ഇവിടേക്ക് തിരിഞ്ഞു നോക്കാത്തത് കൊണ്ടാണ്. ഇവിടെ ജില്ലയുടെ ചാർജുള്ള മന്ത്രി വിഷ്ണുനാഥ് വന്നു. അവിടെ കോൺഗ്രസ്സുകാരെ കൂട്ടിയൊരു അവലോകന യോഗം നടത്തി. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചില്ല, ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെ വിളിച്ചില്ല, ബന്ധപ്പെട്ട ആളുകളെ ഒന്നും വിളിക്കാതെയുള്ള ഒരു അവലോകന യോഗമാണ് അദ്ദേഹം പേരിന് മാത്രം നടത്തി മടങ്ങിപ്പോയത്. അപ്പോൾ സർക്കാർ സംവിധാനം ഇത്തരം ഒരു ഘട്ടത്തിലെ ക്രൈസിസ് മാനേജ്മെൻറ്റ് ഉണ്ടാവണം. ആ ക്രൈസിസ് മാനേജ്മെൻറ്റാണ് ഇവിടെ നമുക്ക് വേണ്ടത്. അത്തരമൊരു മാനേജ്മെൻറ്റ് ഇല്ല എന്നുള്ളതാണ് ഇപ്പം നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതോടൊപ്പം തന്നെ ഏകോപനമില്ല, വർത്തമാനം മാത്രമേ ഉള്ളൂ, ഡയലോഗ് മാത്രമേ ഉള്ളൂ. ഡയലോഗ് കൊണ്ടൊന്നും ഇത്തരം പ്രശ്നം പരിഹരിക്കാൻ കഴിയത്തില്ല. റെഡ് അലേർട്ടില്ല, അണക്കെട്ട് മുന്നറിയിപ്പില്ലാതെ തുറന്നു വിട്ടു, ഈ നാട് മുഴുവൻ കുട്ടിച്ചോറാക്കി, കോടാനുകോടിയൊക്കെ നഷ്ടം ഉണ്ടാക്കി. അതുകൊണ്ട് ആ നഷ്ടം സർക്കാർ കൊടുക്കണം. സർക്കാർ സ്പോൺസേഡ് വെള്ളപ്പൊക്കം ആയതുകൊണ്ട് സർക്കാർ തന്നെ ഇത് കൊടുക്കണം. ഒരു അനൗൺസ്മെൻറ്റ് പോലും ഉണ്ടായില്ല. എത്ര ദൗർഭാഗ്യകരമായ സംഭവം. 2018 MLA കൂടിയാണ്, ആ അനുഭവം മുമ്പിലുണ്ട്. അന്നത്തോട് താരതമ്യപ്പെടുത്തുമ്പോൾ അങ്ങനെയാണ്. അത് 2018 മഹാപ്രളയം ഓഗസ്റ്റ് മാസം 14 തീയതി ഉണ്ടാകുന്നതിന് മുമ്പ് ജൂലൈ മാസം 30 ആദ്യം അണക്കെട്ടെല്ലാം തുറന്നു. അന്ന് മുതൽ അനൗൺസ്മെൻ്റാണ്. 6 തവണയാണ് അണക്കെട്ട് തുറന്നത്, 6 തവണ അനൗൺസ്മെൻറ്റ് നടത്തി. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഇവിടെ മുന്നറിയിപ്പില്ലാതെ ഈ ദുരന്തം ഉണ്ടാക്കി വെച്ചതാണ്. ഈ ദുരന്തം 2018 വ്യാപ്തി വന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ജനങ്ങളിവിടെ രക്ഷപ്പെട്ട് ജീവിക്കുന്നത്. അതുകൊണ്ട് സർക്കാർ തന്നെ ഇതിന് നഷ്ടപരിഹാരം കൊടുക്കണം. സർക്കാർ സ്പോൺസേഡ് ദുരന്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ആ മുന്നറിയിപ്പ് നൽകിയില്ല. 2 പ്രളയമുണ്ടായപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച പറ്റുന്നു. ഇനി അതിനുശേഷം ശുചീകരണ പ്രവർത്തനത്തിലും വീഴ്ച വരികയാണോ? രക്ഷാപ്രവർത്തനത്തിൽ ആകെ NDRFൻ്റെ ഒരു ടീമാണ് ഇവിടെ ആകെ വന്നത്. പക്ഷേ അവർ വന്നപ്പോഴേക്കും DYFIയുടെ പ്രവർത്തനം നല്ല നിലയിൽ മുന്നോട്ട് നീങ്ങിയിരുന്നു. അന്ന് ഞങ്ങൾ പുലർച്ചെ 6 മണിയായപ്പോൾ തന്നെ 6 ഹെലികോപ്റ്ററാണ് അന്ന് ഗവൺമെൻറ് ഇവിടെ എത്തിച്ചത്. കോസ്റ്റ് ഗാർഡ് ഇവിടെ പാഞ്ഞെത്തി വിവരം അറിഞ്ഞു. NDRFൻ്റെ 1 ഡസൻ ടീം ഇവിടെ എത്തിച്ചേർന്നു. കുട്ടവഞ്ചി, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടെ വന്നു. ഇന്നലെ ഫയർഫോഴ്സ് യൂണിറ്റ് ഒരു യൂണിറ്റാണ് അധികമായിട്ട് വന്നത്. റാന്നി കൂടാതെ ഒരു യൂണിറ്റ് മാത്രമേ ഇന്നലെ വന്നിട്ടുള്ളൂ. പക്ഷേ DYFI പ്രവർത്തകരുടെ സമയോചിതമായ ഇടപെടൽ കാരണമാണ് ഈ മരണം ഒന്നും ഉണ്ടാവാതെ നമ്മൾ രക്ഷപ്പെട്ടത്. പക്ഷേ നഷ്ടപരിഹാരം നൽകണം, അത് സർക്കാർ തന്നെ നൽകണം.